തമിഴ്നാട്ടിൽ ദുരഭിമാന കൊലക്കിരിയായ യുവാവിന്റെ ഭാര്യയും മരിച്ചു. പള്ളിക്കരണൈ സ്വദേശി പ്രവീണിന്റെ ഭാര്യ ശർമ്മളയാണ് മരിച്ചത്. ആത്മഹത്യാശ്രമത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ശർമ്മളയുടെ വീട്ടുകാർ പ്രവീണിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. തമിഴ്നാട്ടിലെ ജാതി വിവേചനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് ചെന്നൈ പള്ളിക്കരണൈ സ്വദേശികളായ പ്രവീണും ശർമ്മിളയും. അംബേദ്കർ സ്ട്രീറ്റിൽ ബൈക്ക് മെക്കാനിക്കായ പ്രവീൺ ശർമ്മിളയുമായി പ്രണയത്തിലായിരുന്നു. താഴ്ന്ന ജാതിക്കാരനായ പ്രവീണിനെ വിവാഹം ചെയ്യുന്നതിനെ ശർമ്മിളയുടെ വീട്ടുകാർ എതിർത്തതോടെ കഴിഞ്ഞ നവംബറിൽ ഇരുവരും രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. വിവാഹശേഷം 3 മാസങ്ങൾക്കിപ്പുറം ശർമ്മിളയുടെ സഹോദരൻ ദിനേശും 4 സുഹൃത്തുക്കളും പള്ളിക്കരണയിലെ കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പ്രവീണിനെ മാരകായുധങ്ങളുമായി വെട്ടുകയായിരുന്നു. തലയിലും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസിൽ ശർമ്മിളയുടെ സഹോദരനടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ ശർമ്മിളയും പ്രവീണിന്റെ വീട്ടുകാരും പലതവണ അതൃപ്തി അറിയിച്ചിരുന്നു. അറസ്റ്റിലായ സഹോദരൻ ദിനേശിനെ മാതാപിതാക്കൾ ജാമ്യത്തിലിറക്കാൻ ശ്രമിച്ചതും ശർമ്മിളയെ മാനസികമായി തളർത്തി. ഏപ്രിൽ 12-ന് ദിനേശിനായി മാതാപിതാക്കൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയാണ് ശർമ്മിള ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചെന്നൈയിലെ രാജീവ് ഗാന്ധി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശർമ്മിള പിന്നീട് മരണത്തിന് കീഴടങ്ങി. കേസിൽ പോലീസിനെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷണത്തിലെ വീഴ്ചയും അന്വേഷിച്ചു വരികയാണ്. 24 ചെന്നൈ.